ഹായ് ഫ്രണ്ട്സ്, പത്തനംതിട്ടയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദു അന്വേഷിച്ചിരുന്ന ഒരു കേസിന് നന്ദുവിന് അനുകൂലമായിട്ട് തന്നെ വിധി വരികയും അതിലെ പ്രതികളെ ശിക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവർ നന്ദുവിനെ അപകടത്തിൽപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആ കേസിൻ്റെ ശത്രുക്കൾ ഒരു ലോറിയുമായിട്ട് വന്ന് നന്ദു സഞ്ചരിച്ചിരുന്ന വാഹനത്തെ ഇടിച്ചു തെറിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നന്ദുവിനും അതിലെ ഡ്രൈവർക്കും നല്ല ഗുരുതരമായ പരിക്ക് തന്നെ പറ്റുന്നുണ്ട്. അങ്ങനെ ഇവരെ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലാക്കുകയും നന്ദുവിനെ ഐസിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ വിവരം വാർത്താമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു പോലീസ് ഓഫീസറെ കൊല്ലാൻ ശ്രമിച്ചു, അപകടത്തിൽപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെയുള്ള വാർത്തയാണ്. ഇത് കണ്ട ജലജ വളരെയധികം സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ജലജ അത് അബിയോട് പോയി പറയുകയും രണ്ടുപേരും കൂടി ഒത്തിരി എന്നെ ജയിലിൽ കയറ്റിയ അവളല്ലേ, അവൾക്ക് ഈ ഗതി തന്നെ വരണം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ജലജയുടെയും അബിയുടെയും മനസ്സിലാണെങ്കിൽ ഈ അപകടത്തോടു കൂടി നന്ദു ഇല്ലാതായാൽ മതിയായിരുന്നു എന്നുള്ള ചിന്തയിലാണ്. അങ്ങനെ ഈ വാർത്ത അവിടെയുള്ള എല്ലാവരും തന്നെ അറിയുന്നുണ്ട്. അതുപോലെ നവീനും ഈ വാർത്ത അറിയുന്നുണ്ട്. ഇതറിഞ്ഞ് നവീന് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മനസ്സുകൊണ്ട് നവീൻ നന്ദുവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. നവീൻ ഇത് അറിഞ്ഞ ഉടനെ തന്നെ മുത്തശ്ശനോട് പറഞ്ഞിട്ട്, ഇന്നപോലെ നന്ദുവിന് ആക്സിഡൻറ്റ് പറ്റി, എനിക്ക് അവിടം വരെ ഒന്ന് പോകണം, അവൾക്ക് എന്താ പറ്റിയെന്നൊന്ന് അന്വേഷിക്കണം, അതുപോലെ എനിക്കൊരു സുഹൃത്തിനെ കാണാനുമുണ്ട് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനോട് യാത്ര പറഞ്ഞ് നവീൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. നവീൻ പോയതിന് ശേഷം മുത്തശ്ശൻ ചിന്തിക്കുന്നുണ്ട്, ഇവന് ആ നന്ദുവിന് അപകടം പറ്റിയതിന് ഇത്രയധികം ടെൻഷനാവുന്ന എന്തിനാണ്? ഇനി ഇവൻ്റെ മനസ്സിലുള്ള പെണ്ണ് ആ നന്ദു എങ്ങാനുമായിരിക്കുമോ എന്നിങ്ങനെ മുത്തശ്ശൻ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ നവീൻ നേരെ ഹോസ്പിറ്റലിലെത്തുന്നുണ്ട്. ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കണ്ട് വിവരങ്ങളൊക്കെ ചോദിച്ച് അന്വേഷിക്കുന്നുണ്ട്. നന്ദുവിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്നൊക്കെ നവീൻ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. കൂടെയുള്ള ഡ്രൈവർക്കാണെങ്കിൽ അതിവ ഗുരുതരമാണ്, നന്ദുവിനാണേലും സീരിയസ് ആണ്, പക്ഷേ ബോധമൊന്നും തെളിഞ്ഞിട്ടില്ല എന്നിങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട്. തലയ്ക്കാണ് നല്ലപോലെ പരിക്കേറ്റിരിക്കുന്നത്, ബോധമൊന്നും ഇതുവരെ തെളിഞ്ഞിട്ടില്ല. എന്തായാലും മരുന്നുകളോടൊക്കെ റിയാക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. 24 മണിക്കൂറിന് ശേഷമേ നമുക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കൂ എന്നിങ്ങനെ നന്ദുവിനെക്കുറിച്ച് ഡോക്ടർ പറയുന്നുണ്ട്. ഇതോടെ കേൾക്കുമ്പോഴത്തേക്കിനും നവീന് ആകപ്പാടെ വിഷമാവുകയാണ്. ഈ സങ്കടപ്പെട്ട് നിൽക്കുന്ന നവീനെ കനക കാണുന്നുണ്ട്. ഇത് നമ്മുടെ നവീനല്ലേ, അനിയുടെ കേസ് വാദിച്ച് അവനും നന്ദു നല്ല ഫ്രണ്ട്സാണെന്ന് തോന്നുന്നു, നല്ല വിഷമമുണ്ട് അവൻ്റെ മുഖത്ത് എന്നൊക്കെ കനക ചിന്തിക്കുന്നുണ്ട്. അതും ഇനി നന്ദുവുമായിട്ട് ഇവന് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇനി നന്ദുവിനെ ഇഷ്ടമാണോ? അങ്ങനൊന്നും ആയിരിക്കില്ല. പ്രത്യേകിച്ച് ഇവൻ്റെ അമ്മയ്ക്ക് തൻ്റെ ഇടയായിട്ടുള്ള പെൺപിള്ളേരെ ഇഷ്ടമില്ലെന്നല്ലേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ നന്ദുവിനെ ഇഷ്ടപ്പെടാൻ ഒരു സാധ്യതയുമില്ല. അതുമല്ല, ഞങ്ങളെപ്പോലൊരു കുടുംബത്തിൽ നിന്ന് ഒരിക്കലും ഇവരൊന്നും പെണ്ണെടുക്കില്ല എന്നൊക്കെ കനക ആ സമയത്ത് ചിന്തിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് വിവരങ്ങളൊക്കെ അറിഞ്ഞ് അനി അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത്. അനി അവിടേക്ക് എത്തുമ്പോഴത്തേക്കിനും നവീനെ കാണുമ്പോൾ ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇവനെന്താ ഇവിടെ, ഇവനെന്തിന് ഇത്ര നേരത്തെ വന്നോ എന്നൊക്കെ അനി ചിന്തിക്കുന്നുണ്ട്. അപ്പം നവീൻ ചോദിക്കുന്നുണ്ട്, നീ എന്താടായി പറയുന്നത്? ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് ഒരപകടമെന്ന് കേട്ടാൽ ഞാൻ ഓടി എത്തണ്ടേ? അല്ലാതെ എനിക്ക് വീട്ടിലിരുന്ന ഒരു സമാധാനം ഉണ്ടാവുമോ? നീ എപ്പോഴാണ് വിവരം പറഞ്ഞത്? ഞാൻ ആകപ്പാട് ടെൻഷനിൽ നിന്നെ വിളിക്കുന്ന കാര്യം തന്നെ മറന്നുപോയി. നന്ദുവിന് എന്തെങ്കിലും പറ്റുമോ ഇല്ലയോ എന്നറിയാനുള്ളൊരു വേവലാതിയായിരുന്നു എനിക്ക് എന്നിങ്ങനെ നവീൻ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും നമ്മുടെ അനിക്കാകെയാണ് ഒരു ടെൻഷൻ ആവുന്നുണ്ട്. ഇവനെങ്ങാനും ഇവരോട് ഇത് പറയുമോ, അനിയവന് അനിക്ക് നന്ദുവിനെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയൊക്കെ അനിക്കുണ്ട്. എന്തായാലും നേരെ ഡോക്ടറെ കണ്ട് വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അനിയും. അപ്പോൾ ഡോക്ടർ നന്ദുവിന് ബോധം തെളിഞ്ഞിട്ടില്ല എന്നും അവസ്ഥ ഗുരുതരമാണെന്നും 24 മണിക്കൂറിന് ശേഷം എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അനിക്കാകപ്പാട് സങ്കടം സഹിക്കാതെ അവൻ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ഇത് കണ്ട നവീൻ ചിന്തിക്കുന്നുണ്ട്, ഇവനെന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എനിക്കില്ലാത്ത സങ്കടമാണോ ഇവന്? എന്നെക്കാട്ടിലും ബുദ്ധിമുട്ടും സങ്കടം ഇപ്പോൾ ഇവനാണല്ലോ തോന്നുന്നത്. അത്രയ്ക്ക് തിക് ഫ്രണ്ട്സ് ആയിട്ടായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ നവീൻ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ നവീൻ്റെ മനസ്സിൽ ചെറിയൊരു സംശയമുണ്ട്. ഇതൊക്കെ കാണുന്ന കനക അനിയെ വന്ന് വഴക്ക് പറയുന്നുണ്ട്. നീ എന്തിനാ അനി ഇപ്പം ഇങ്ങോട്ട് വന്നത്? നിൻ്റെ അമ്മ കണ്ടാൽ അത് മതി.
ഇതെന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മയ്ക്ക് അറിയാമെന്നല്ലേ ഞാനും നന്ദുമായിട്ടുള്ള ബന്ധം? അല്ലേ തന്നെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് അല്ലേ? അവൾക്കൊരു അപകടമെന്ന് കേൾക്കുമ്പോൾ ഞാനെങ്ങനെ സമാധാനമായിട്ട് വീട്ടിലിരിക്കും? ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നന്ദുവിനെ കാണാൻ വരും. അത് പിന്നെ വേറൊന്നും കൊണ്ടല്ല മോനെ, നിൻ്റെ അമ്മ ഇതുവരെ നിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം അംഗീകരിച്ചിട്ടില്ലല്ലോ. ഇനി ഇതെങ്ങാനും പറഞ്ഞ് അവർ വേറെ ബഹളം ഉണ്ടാക്കണ്ടല്ലോ എന്നോർത്ത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അനിയപ്പോൾ പറയുന്നുണ്ട്, അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല. ഇനി ആര് എന്തൊക്കെ പറഞ്ഞാലും എന്നെ അതൊന്നും ബാധിക്കത്തുമില്ല. നന്ദുവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ വേണേലും കൊടുക്കും എന്നുള്ള രീതി അനിയനെ സംസാരിക്കുന്നുണ്ട്. കനകയും അനിയും കൂടി സംസാരിക്കുന്നത് കണ്ട് നവീൻ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ നന്ദുവിനെക്കുറിച്ച് എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട്. അപ്പം കനക പറയുന്നുണ്ട്, ഇല്ല മോനെ, അവൾക്ക് ബോധം തെളിഞ്ഞിട്ടില്ല. ഡോക്ടർ പ്രത്യേകിച്ചൊന്നും പിന്നീട് പറഞ്ഞില്ല. ഇത് കേൾക്കുമ്പോൾ നവീൻ കനകയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സാരമില്ല അമ്മേ, അവൾക്കൊന്നും സംഭവിക്കില്ല. അവൾ നല്ല കുട്ടിയാണ്. അതുകൊണ്ട് ദൈവം അവളെ കൈവിടില്ല. നമുക്ക് നന്നായി പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് കനകയെ സമാധാനിപ്പിക്കുന്നുണ്ട്. നവീൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ കനക അനിയോട് ചോദിക്കുന്നുണ്ട്, ഇവന് നന്ദുവിനോട് നല്ല അടുപ്പമാണല്ലേ? അവന് നല്ല സങ്കടമുണ്ടല്ലോ നന്ദുവിന് അപകടം പറ്റിയതിൽ. അപ്പം അനി പറയുന്നുണ്ട്, അത് പിന്നെ അവർ നല്ല ഫ്രണ്ട്സ് ആണല്ലേ അമ്മേ. അതുമല്ല കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ നന്ദുവിനെ അറിയാവുന്നതല്ലേ. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ അനിയാകെ ടെൻഷനാകുന്നുണ്ട്. ഇനി നവീനെങ്ങാനും നേരിട്ട് കനകയോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഉറപ്പായിട്ടും അവർ കല്യാണത്തിന് സമ്മതിക്കും. ഞാനുമായിട്ടുള്ള ബന്ധം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അവർ തമ്മിൽ അടുക്കാൻ കനക എല്ലാ വഴിയും നോക്കും. ഒരിക്കലും ഇക്കാര്യം കനക അറിയാൻ പാടില്ല എന്നിങ്ങനെ അനി ചിന്തിക്കുന്നുണ്ട്. എനിക്ക് ഇനിയും നന്ദുവിനെ നഷ്ടപ്പെടാൻ കഴിയില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നന്ദു മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചിന്തിച്ച് അനി ആകപ്പാടെ വിഷമിച്ച് കരയുന്നുണ്ട്. അങ്ങനെ ഡോക്ടറോട് അനുവാദം വാങ്ങിച്ച് അനി നന്ദുവിനെ കാണാനായിട്ട് അതിന് ഐസിയുവിനകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങനെ ഐസിയുവിലേക്ക് ചെല്ലുന്ന അനിയെ നന്ദുവിനെ കണ്ട് ഒരുപാട് നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. നന്ദുവിൻ്റെ കൈ പിടിച്ചിട്ട് അവളുടെ തലയിൽ തലോടുകയും നെറുകയിൽ ഉമ്മ വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് പുറത്തുനിന്ന് നമ്മുടെ നവീൻ കാണുന്നുണ്ട്. നവീനാകെ വല്ലാത്ത അവസ്ഥയിലായി പോകുന്നുണ്ട്. ഇവൻ എന്തായി കാണിക്കുന്നത്? ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണെന്നല്ലേ പറഞ്ഞ്, എന്നിട്ട് ഇവൻ ഇതിലെന്തോ ഉണ്ട്, ഇവൻ അനി എന്തോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം നവീന് ബോധ്യമാവുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഐസിയുവിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന അനിയോട് നവീൻ ചോദിക്കുന്നുണ്ട്, അനി, ഞാൻ നിന്നോട് ചോദിക്കുക, ഇത്രയും നാളും ഞാൻ കരുതിയത് നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് മാത്രമാണെന്നാണ്. അതല്ലാതെ അതിനപ്പുറത്തോട്ട് എന്തെങ്കിലും ബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ നീ അതെന്നോട് തുറന്നു പറയണം. ഞാൻ നിന്നോട് നന്ദുവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവളോട് പറയാൻ ഏൽപ്പിച്ചപ്പോൾ പോലും നീ പല പ്രാവശ്യങ്ങളിലായി ഒഴിഞ്ഞു മാറിയതല്ലാതെ ഇക്കാര്യം നന്ദുവിനോട് സൂചിപ്പിച്ചിട്ട് കൂടിയില്ല എന്ന് എനിക്കറിയാം. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയണം. നിൻ്റെ കേസ് വിജയിപ്പിച്ചതിനുള്ള കൂലിയായിട്ടൊന്നുമല്ല ഞാനിത് ചോദിക്കുന്നത്. എനിക്കറിയണം, ഇത് ഇനിയും നീ പറഞ്ഞില്ല എങ്കിൽ എനിക്ക് നന്ദുവിനെ ചിലപ്പോൾ വിട്ടുപിരിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് സത്യം എന്താണെന്ന് നീ പറയണം. നിനക്ക് നന്ദുവിനെ ഇഷ്ടമാണോ? അപ്പോൾ അനി നവീനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, നീ എന്നോട് ക്ഷമിക്ക്. ഞാനും നന്ദുവും തമ്മിൽ വളരെ നാളത്തെ ഇഷ്ടമാണ്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് പോലും അന്ന് ഞങ്ങൾക്ക് തമ്മിൽ പരസ്പരം വീട്ടുകാരോട് പറയാൻ പറ്റാഞ്ഞത് കൊണ്ടാണ് എൻ്റെ വിവാഹം അന്ന് നടന്നത്. അന്ന് എൻ്റെ വിവാഹത്തിൻ്റെ അന്ന് നന്ദു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. അതിൽ നിന്നെല്ലാം റിക്കവറായി അവൾ തിരിച്ചു വന്നതാണ്. ഇപ്പോൾ ഞാനും നന്ദുവും തമ്മിൽ പരസ്പരം സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് ഇഷ്ടത്തോടെ. എൻ്റെ അമ്മയും അതുപോലെ നന്ദുവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മാത്രം എതിർപ്പാണ് ഇപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കാത്തതിൻ്റെ കാരണം. ഞങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന് എങ്ങനെയെങ്കിലും ഒരു സഹായം നിന്നോട് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നീ എന്നോട് നന്ദുവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം പറഞ്ഞത്. എനിക്ക് ആ സമയത്ത് ഒന്നും പ്രതികരിക്കാൻ പറ്റാതായിപ്പോയി. ഈ കാര്യത്തെപ്പറ്റി നന്ദുവിനോട് പറയാനോ? നന്ദു നിന്നെ സ്വന്തം ചേട്ടനായിട്ടാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ നിനക്ക് അവളെ ഇഷ്ടമാണെന്നുള്ള വിവരം നന്ദുവിൻ്റെ വീട്ടുകാരറിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ ആ വിവാഹം നടത്തും. കഴിഞ്ഞ തവണ സച്ചിയുടെ കല്യാണത്തിൽ നടത്താൻ വേണ്ടി അവർ ആത്മഹത്യാ ഭീഷണി വരെ നടത്തിയിരുന്നു. അങ്ങനെയാണ് നന്ദു അന്ന് വിവാഹത്തിന് സമ്മതിച്ചത്. അന്ന് ആ സിയുടെ കയ്യിൽ ഒരുപാട് തെറ്റുണ്ടായിരുന്നത് കൊണ്ടും അത് ആ സമയത്ത് ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പറ്റിയിരുന്നത് കൊണ്ടും
അന്ന് ആ ബന്ധത്തിൽ നിന്ന് നന്ദു രക്ഷപ്പെട്ടു. പക്ഷേ ഇവിടെ അതിനൊന്നും പറ്റില്ല. നിന്നെക്കുറിച്ച് നല്ലപോലെ അറിയാം അവളുടെ വീട്ടുകാർക്ക്. നീ ഒരു നല്ല പയ്യനാണെന്ന്. അങ്ങനെയുള്ള നിൻ്റെ ഇരിക്കുന്ന ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലായിരുന്നു. നിന്നോട് സമയം കണ്ട് സാവകാശത്തിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കിക്കാമെന്നാണ് വിചാരിച്ചത്. എന്നാൽ അതിനു മുമ്പ് നന്ദു ഈ അവസ്ഥയിലാകുമെന്ന് ഞങ്ങൾ കരുതിയതേയില്ല. എനിക്കവളെ പിരിയാൻ കഴിയില്ല. അവളല്ലാതെ വേറൊരു പെണ്ണ് എൻ്റെ ജീവിതത്തിലും ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മയും അതുപോലെ നന്ദുവിൻ്റെ അച്ഛനെയും അമ്മയും സമ്മതിപ്പിക്കണം. ഇതായിരുന്നു ഞങ്ങളുടെ മുമ്പിലുള്ള കടമ്പ. അതിൻ്റെ ഇടയിലേക്കാണ് നിൻ്റെ ഈ വിഷയം വന്നത്. ഞങ്ങൾക്ക് പരസ്പരം സംസാരിച്ച് ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നതിന് മുമ്പേ നന്ദുവിന് ആക്സിഡൻറ്റുമായി എന്നിങ്ങനെ അനി നവീനോട് പറയാണ്. ഇതെല്ലാം കേട്ട നവീൻ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഞാനിത് പറഞ്ഞ ആ സമയത്ത് നിനക്കിത് എന്നോട് പറയാമായിരുന്നില്ലേ? ഞാൻ ഇത്രയധികം അവളെ മനസ്സിൽ കൊണ്ടു നടക്കില്ലായിരുന്നു. നീ എന്നോട് ക്ഷമിക്ക് എന്നും പറഞ്ഞ് അനിയോട് നവീൻ ക്ഷമ ചോദിക്കുന്നുണ്ട്. അതോടുകൂടി നവീനും തിരിച്ചറിയുകയാണ് നന്ദുവും അനിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം. അവസാനം നവീൻ പറയുന്നുണ്ട്, നീ നന്ദുവുമായിട്ടുള്ള ഇഷ്ടത്തിനും വിവാഹം നടത്താനും ഞാനും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. അവളുടെ എല്ലാ വയ്യാഴികയും മാറി അവൾ തിരിച്ച് ജീവിതത്തിലേക്ക് വരട്ടെ. അന്ന് നിങ്ങൾ തമ്മിലുള്ള വിവാഹം ഞാൻ നടത്തിത്തരും. രണ്ടുപേരുടെയും വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന ഞാൻ ഏറ്റു എന്നിങ്ങനെ നവീൻ അനിക്ക് വാക്ക് കൊടുക്കുകയാണ്.